എമ്പുരാനെക്കുറിച്ച് ഇതുവരെ ഇങ്ങനൊരു അഭിപ്രായം ആരും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇതൊരു സിനിമ റിവ്യൂ അതിനെക്കുറിച്ചിട്ടുള്ള അവലോകനമോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തു പോകാം. എനിക്ക് സിനിമാ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളായിട്ട് സംസാരിക്കാനുള്ളത്. ഞാനൊരു 2 ദിവസമായിട്ട് ഇതിങ്ങനെ സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ കുറേ ചർച്ചകൾ നടക്കുന്നു. ടി വി ചാനലുകളാണെങ്കിലും എല്ലാ യൂട്യൂബ് ചാനലുകളിലും കുറേ ചർച്ചകളും കുറേ റിപ്പോർട്ടുകളും എല്ലാം വരുന്നുണ്ട്. എമ്പുരാൻ്റെ ഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു, പൃഥ്വിരാജും മോഹൻലാലും മാപ്പ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മുരളി ഗോപി മൗനം പാലിക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കുറേ എന്താ പറയുക, ആലങ്കാരികമായിട്ട് പറഞ്ഞ് നശിപ്പിക്കാനൊന്നും ഞാനില്ല. പറയാനുള്ള കാര്യത്തിലേക്ക് വരാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്നതല്ലാതെ സിനിമയിൽ എന്തിന് രാഷ്ട്രീയം കലർത്തുന്നു, അല്ലെങ്കിൽ വർഗീയത കലർത്തുന്നു? സിനിമയിൽ രാഷ്ട്രീയം പറയേണ്ടതുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, അത് നല്ല രീതിയിൽ തന്നെ പറയണം. എന്തിന് വർഗീയത കലർത്തുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്നവർ ആ കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അതൊരു മതസ്പർദ്ധ അല്ലെങ്കിൽ ഒരു വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തില്ല? മുരളി ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. നമ്മൾ പൊതുജനങ്ങളെക്കാളും കവിഞ്ഞ ഒരു ഒരു ബോധം ആൾക്കുണ്ട്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സമൂഹത്തിലേക്ക് വന്നാൽ ഏത് തലം വരെ പോകും എന്നുള്ള വ്യക്തമായ ബോധം മുരളി ഗോപിക്കും പൃഥ്വിരാജിനും ഉണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം മുരളി ഗോപിയുടെ മുൻകാല സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതിനകത്ത് വ്യക്തമാണ്. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയത്തോടൊപ്പം വർഗീയത കൂടി കലരുന്നു. ഈ വർഗീയത വിറ്റ് കാശാക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ, അല്ലെങ്കിൽ ഇപ്പോഴും അതുതന്നെയാണോ അവരുടെ പ്ലാൻ? അവരുടെ ഒരു PR ബുദ്ധിയാണോ ഇത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ഒരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഇവരെല്ലാവരും കൂടി, അതായത് മോഹൻലാൽ, പൃഥ്വിരാജ്, അതുപോലെ തന്നെ മുരളി ഗോപി, ഈവൻ ആൻ്റണി പെരുമ്പാവൂർ, ഇവരെല്ലാവരും കൂടി ഒരു പത്രസമ്മേളനം നടത്തി ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇതിനവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. അത് എന്നെ ഒരുപാട് വേദനപ്പെടുത്തുന്നൊരു കാര്യമാണ്. നല്ല ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല? ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ ലാംഗ്വേജുകളിൽ എത്രയോ ഇൻ്റർവ്യൂകൾ അവർ കൊടുത്തു. എന്തുകൊണ്ട് ഇതിനെ ഇവർ കേരളത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നില്ല? അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അതേപോലെ തന്നെ TV ചാനൽ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ആരും അവരുടെ മേഖലയിൽ വർഗീയത സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും എന്താ പറയുന്നത്, അത് വിറ്റ് കാശാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുകയും അത് വിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ ഞാനും അതിനെ വിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എനിക്ക് ഇത് പറയുന്നതിലോട് കൂടിയിട്ട് കുറേ വ്യൂസ് കിട്ടണം, എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരണം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ബോധമനസ്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം, അതായത് കലാസൃഷ്ടികളിൽ വർഗീയത കലർത്തരുത്. ഓക്കെ, രാഷ്ട്രീയമായിക്കോട്ടെ, വർഗീയത കലർത്തരുത് എന്ന് എന്തുകൊണ്ട് ഈ സൃഷ്ടികർത്താക്കൾ തീരുമാനിക്കുന്നില്ല? രാഷ്ട്രീയം കലർത്തുന്നതൊക്കെ രാഷ്ട്രീയമായി ചേരി തിരിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതെല്ലാം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയതയും വർഗീയതയും പരസ്പരം ഇണപിരഞ്ഞ് കിടക്കുന്ന പോലെയാണ്. വർഗീയത എവിടെയുണ്ടോ അവിടെ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം എവിടെയുണ്ടോ അവിടെ വർഗീയതയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സമൂഹത്തിൽ ഇന്ന് 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വായിക്കാനും എഴുതാനും തുടങ്ങിയിട്ടുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നുണ്ട്. അവരിൽ പലരും മോഹൻലാലിൻ്റെ ഫാൻസാണ്, പൃഥ്വിരാജിൻ്റെ സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ
കുട്ടികളുടെ ചിന്താശേഷിയെ അല്ലെങ്കിൽ അവരുടെ ചിന്താ മനോഭാവത്തിലേക്ക് നമ്മൾ വിഷം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കുട്ടികൾ അവർ സ്നേഹവും സാഹോദര്യവും അത് എങ്ങനെ അവരിൽ മെച്ചപ്പെടുത്താം എന്നുള്ളതിനുപരി വർഗീയത എങ്ങനെ വിറ്റ് കാശാക്കാം എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മളുടെ വരും തലമുറയുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്ത്യചർച്ചകളിൽ പോലും ടി വി ചാനലുകളിലെ അന്ത്യചർച്ചകളിൽ പോലും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചോട്ടെ, പക്ഷെ വർഗീയത അല്ലെങ്കിൽ മതങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡിസ്കഷന് പോലും എടുക്കാൻ പാടില്ല. അതിൻ്റേതായ വഴിക്ക് വിടൂ. നമ്മളുടെ മതം നമ്മളുടെ സ്വകാര്യതയാണ്. അതിനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ മതമാണ് വലുത്, എൻ്റെ ഇതാണ് എൻ്റെ പ്രസ്ഥാനമാണ് വലുത്, അങ്ങനെ സ്ഥാപിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് അവരവരുടെ ആ വിഭാഗക്കാരുടെ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരമാണ്, അവരുടെ സ്വകാര്യതയാണ്. അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഈ അന്തിച്ചർച്ചകളിലും അല്ലെങ്കിൽ സിനിമകളിലും രാഷ്ട്രീയവും മതവും ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു ന്യൂട്രാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമ്മളുടെ പുതുതലമുറയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ട് അതിന് വേണ്ട മോഡുലേഷൻസ് അതിനകത്ത് വരുത്തിയിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനത്തെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സൃഷ്ടികർത്താക്കൾ, ഫിലിം ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചു കേരളം വളരെ അതിമനോഹരമായിരിക്കും. എന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അത് വർഗീയത അതിനകത്ത് വരും, രാഷ്ട്രീയം വരും. എന്തിന് ഞാൻ പറയണം? മറ്റുള്ളവർ ഒത്തിരി പറയുന്നുണ്ടല്ലോ. ഇത് പൃഥ്വിരാജിനോടും അതുപോലെ തന്നെ സിനിമാ മേഖലയും മീഡിയ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരിക്കലും വർഗീയത നമ്മുടെ തലമുറയിലേക്ക് നമ്മളായിട്ട് വെച്ച് കൊടുക്കരുത്. ഒരു യൂട്യൂബ് ചാനലാണെങ്കിലും ഒരു ചാനലിൽ വരുന്ന ചർച്ചയാണെങ്കിലും ഇന്ന് ഏത് കാലഘട്ടത്തിലും എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉള്ളൊരു സാധനമാണ്. നമ്മൾ ഒരു തവണ പറഞ്ഞു പോയത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അന്ത്യം വരേണ്ട സമയമായി. നമ്മൾ സാധാരണക്കാർ അല്ലെങ്കിൽ എല്ലാവരുടെയും സ്വകാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ മതങ്ങളും പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ സ്വകാര്യതയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളെ ത്യജിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇത് എങ്ങനെ വൈൻഡപ്പ് ചെയ്യണമെന്ന്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷേ ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ എമ്പുരാൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സിനിമയായിട്ട് കാണുകയാണെങ്കിലും മുരളി ഗോപി അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഒരു കലാപത്തെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു വശം മാത്രം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. രണ്ട് വശം കാണിക്കുകയും അതിലൊരു സെൻറ്റൻസ് വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മുടെയോ നിങ്ങളുടെയോ മതമല്ല, അതെല്ലാം രാജനീതിയുടെ ഭാഗമാണ്, അവരുടെ കളികളാണെന്നുള്ള ഒരു സെൻറ്റൻസൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്താണെന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം അവരുടെ അടുത്ത കലാസൃഷ്ടി ഉണ്ടാക്കട്ടെ നല്ല രീതിയിൽ എന്ന് നമുക്ക് അവർക്ക് ആശ്വസിക്കാം. നമ്മൾക്ക് അവരോട് പ്രാർത്ഥിക്കാം. അവരോട് മാത്രമല്ല, ടി വി ചാനലിൽ വന്നിട്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരോടുള്ളൊരു പ്രാർത്ഥനയാണ് വർഗീയത സംസാരിക്കാതിരിക്കുക, മതങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. അത് സ്വകാര്യ അഹങ്കാരമാണ് അല്ലെങ്കിൽ സ്വകാര്യതയാണ്. അതിനെ ബഹുമാനിക്കുക, അതിൻ്റെ വഴിക്ക് വിടുക. രാഷ്ട്രീയത്തിൽ മതം കലർത്താതിരിക്കുക. ഇത് എല്ലാവരോടുള്ളൊരു പ്രാർത്ഥനയാണ്. നന്ദി, നമസ്കാരം.